ഓക്കെ വീട്ടിൽ 5-ാം തീയതി വന്നായിരുന്നു പുള്ളിയുടെ ദേഹം സുഹൃത്തുക്കളെ, രേണുസുതി നമ്മുടെ ബിഗ് ബോസിലെത്തിന് ശേഷം ഞാനൊക്കെ വിചാരിച്ചത് ഇവർ അവിടെ എത്തിയെങ്കിൽ ഒരു അല്പം മാന്യമായിട്ടും അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് പെരുമാറുന്നതാണ്. നമ്മുടെ മനുഷ്യർക്ക് അങ്ങനെ 2-3-4 സ്വഭാവങ്ങളുണ്ട്, സ്വാഭാവികമാണ്. അങ്ങനെ നമ്മൾ പലപ്പോഴും പല മുഖംമൂടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ആളുകളാണ്. ഇങ്ങനത്തെ മുഖംമൂടികളൊക്കെ എല്ലാം നമ്മളൊരു കുറച്ച് ആളുകളായിട്ട് 1-2-3-4 ദിവസം ഒരുമിച്ച് നിന്ന് താമസിക്കുമ്പോഴും മറ്റൊക്കെ ഇത് കഴിഞ്ഞുവിടും. നമ്മളെ തനത് സ്വഭാവം അറിയാതെങ്കിലും പുറത്തു വരുന്നതാണ്. പക്ഷേ ബിഗ് ബോസിലെത്തി ഇപ്പൊ 2ാമത്തെ ദിവസവും നമ്മുടെ രേണുസുതി അതിഗംഭീരമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരൊരു വീടുണ്ട്. ഇപ്പൊ അനുമോളാണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ചോദ്യം ചോദിച്ച് നമ്മുടെ രേണുസുതിയെ കുടുക്കത്തിലാക്കിയിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ പറഞ്ഞ ഇത്രയാണ്: ഒരല്പം നന്ദി വേണം. ദാനം കിട്ടിയ വീടാണ്. ആ ദാനം കിട്ടിയ വീട് അത് ഗംഭീരമായി നോക്കുകയും അത് മാത്രമല്ല അത് തന്ന ആളുകൾക്കെതിരെ ഇങ്ങനെ വർത്താനൊന്നും പറയരുത്, ഒരല്പം നന്ദിയും ഒക്കെ വേണം, ഒരല്പം മാന്യമായിട്ടൊക്കെ അത് നോക്കാമായിരുന്നു എന്ന് അനുമോൾ കൃത്യമായിട്ട് പറയേണ്ട സമയത്ത് തന്നെ ഇവളോട് പറഞ്ഞു കഴിഞ്ഞു, നമ്മളെ രണാസിനോട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അവിടെ വെച്ചിട്ട് അവൾ പറയുന്നത് സംഗതി പച്ച നുണയാണ്. അതിന്റെ ആൾക്കാർ അവിടെ വന്നപ്പോഴും നനഞ്ഞായിരുന്നു, അവരുടെ ഡ്രസ്സ് നനഞ്ഞായിരുന്നു. ഇവിടെ വെള്ളം കോരി ഒഴിച്ചിട്ടുണ്ടായിരിക്കും നനയാൻ വേണ്ടിയിട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഗംഭീരമായിട്ടുള്ള വീടാണ് ഉണ്ടാക്കി കൊടുത്തത്. ഇനിയിപ്പോ ഗംഭീരമല്ലാത്ത വീടായിക്കോട്ടെ, തല ചായ്ക്കാൻ ഒരു ഇടവുമില്ല, വേറൊരു രക്ഷയുമില്ല. അപ്പൊ ഒരു കമ്പനി വരുന്നു, ഒരു കമ്പനി വന്നിട്ട് വീട് ഉണ്ടാക്കി തരാമെന്ന് പറയുന്നു. 24 ചാനലുമായിട്ട് കൂടിച്ചേർന്നു. ഒരു പള്ളിയിലച്ഛന് ഒരു സ്ഥലം വെറുതെ കൊടുക്കുന്നു. 19 ലക്ഷം രൂപ കിട്ടുന്ന സ്ഥലം വെറുതെ കൊടുക്കുന്നു. അങ്ങനെ അവിടെ കാണാൻ ഭംഗിയുള്ള ഒരു അതിഗംഭീര വീടുണ്ടാക്കുന്നു. ഏത് വീടുണ്ടാക്കിയാലും സ്വാഭാവികമായിട്ടും ഒരു വർഷം കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങൾ, ചില ചോർച്ചകള്, ചില എന്തെങ്കിലും ഇങ്ങനെ സ്ലൈറ്റ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും. വീടല്ലേ, മനുഷ്യന്മാർ തന്നെ കാലം കഴിയും തോറും ഒരുപാട് അസുഖങ്ങളായിട്ടൊക്കെ നമ്മൾ ഹോസ്പിറ്റലാവുന്നുണ്ട്. അപ്പൊ വീടാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും. അതുപോലുള്ള പ്രശ്നങ്ങളാണ് ആ വീട്ടിൽ വന്നേ. ഒരു വർഷത്തിനുള്ളിൽ ഒരു ബൾബ് ഫീസാവില്ലേ? ഫീസാവും. ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ മുറ്റത്ത് അല്ലെങ്കിൽ ഒക്കെ ഇട്ട ചവിട്ടില്ലേ? അത് നാശമാവില്ലേ? നാശമാവുന്നേ. മഴ പെയ്യുമ്പോൾ, നല്ല വെയിലടിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ നമ്മൾ പുറത്തൊക്കെ അടിച്ചു വെച്ച പുട്ടിയും മറ്റൊക്കെ ചെറുതായിട്ടൊക്കെ നടന്നു വീഴും. ഇത് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഒരു വീട് കിട്ടിക്കഴിഞ്ഞാൽ ആ വീട്ടുകാർ പിന്നെ എന്താ ചെയ്യണ്ടേ? ആ വീടിനെ ഭംഗിയായിട്ട് നോക്കണം. പക്ഷേ ഇവിടെ രേണുസുതിയുടെ അച്ഛനും കുടുംബക്കാരടക്കം ആ വീട് ഭംഗിയായിട്ട് നോക്കിയില്ല എന്ന് മാത്രമല്ല, ആ ഒരു മതില് കെട്ടിത്തന്ന അവരുടെ അടക്കം തെറി പറഞ്ഞു എന്നുള്ളതാണ്. ഒരു പാടത്തിന്റെ ഭാഗത്താണ് മതില് കെട്ടിയിട്ടുള്ളത്. വളരെ ഈസിയാണ്. ഒരു വെള്ളവും ഒരു ഇടർച്ചയും വരുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊരു വിള്ളലൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഒരു വിള്ളലും വരാത്ത ഒരു വീടൊക്കെ ഉണ്ടാക്കുക, ഒരു വിള്ളലും വരാത്ത ഒരു മതിലൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ലെന്നേ. കാലങ്ങളോളം അതങ്ങനെ ഒരു കേടുപാടം കൂടാതെ സംഗതി നിൽക്കില്ല. എന്തായാലും ഈ ഒരു ബിഗ് ബോസിലെത്തിയാൽ അവളുടെ 2ാമത്തെ മുഖം അഴിഞ്ഞു വീഴുമെന്ന് നമ്മളെല്ലാം കരുതുന്നു. പക്ഷെ ബിഗ് ബോസിലും അഭിനയിച്ച് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അവൾ കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടി തന്നെയാണ് വന്നിട്ടുള്ളത്. അനുമോൾ ചോദിക്കുന്നു, ഒരല്പം നന്ദിയൊക്കെ വേണമായിരുന്നു ചേച്ചി. വെറുതെ ഒരാവശ്യമില്ലാതെ ആ കമ്പനി ഉടമസ്ഥനെയും അവരെയൊന്നും ഇതിലേക്ക് വലിച്ചിടരുതായിരുന്നു. നിങ്ങൾക്ക് തന്നെ തീർക്കാവുന്ന, നിങ്ങൾക്ക് തന്നെ ഒരു 1000 റുപ്യ ചെലവഴിക്കി കഴിഞ്ഞാൽ തീർക്കാവുന്ന ഒരു പ്രശ്നത്തെ ഇങ്ങനെ വഷളാക്കേണ്ടിയില്ലായിരുന്നു എന്ന് കൃത്യമായിട്ട് അവൾ പറയുന്നുണ്ട്. കേട്ടോക്കൂ. ഞാൻ വീട്ടിൽ 5-ാം തീയതി വന്നത് എന്റെ ദേഹത്ത് വീടുമ്പോ നമുക്ക് വീട് ഉണ്ടാക്കാൻ നമുക്ക് സ്വന്തമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്കൊരാൾ വീട് ഉണ്ടാക്കി തരുമ്പോ നമ്മൾ അവർക്ക് റെസ്പെക്ട് ചെയ്ത് നിൽക്കേണ്ടത്. അതാണ് അവൾ ചോദിച്ചത്. നമുക്കൊരു വീട് ഒരാൾ ഉണ്ടാക്കി തരുമ്പോൾ ഒരല്പം റെസ്പെക്ട് അവളോട് കാണിക്കണ്ടേ? ഒരു റെസ്പെക്ട് കാണിച്ചില്ല എന്ന് മാത്രമല്ല, ഒരു ടീമിന്, ഒരു KFDC അങ്ങനത്തെ ടീമല്ലേ, ആ ടീമിന് ഇനിയൊന്നും അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇനിയൊന്നും വേറെ ഒന്നും ഉണ്ടാവില്ല. ആ രീതിയിൽ അവരെ അപമാനിച്ചു എന്നാണ്. അവരവസാനം ഈ നാണക്കേടൊക്കെ സഹിച്ച് സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് ഒരാവശ്യമില്ലാതെ അവരെ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചിട്ട്, കാരണം രേണുസുതിന് ഒരു കോക്കസ് ഉണ്ട്. 5 പൈസ ചെലവഴിക്കാതെ എങ്ങനെ മുന്നോട്ട് ജീവിക്കാമെന്ന് കൃത്യമായിട്ടും അവര് തീരുമാനിച്ചുറച്ചിട്ടുണ്ട്. കാരണം സുധിച്ചേട്ടന് മരണം നടന്ന് വളരെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും അവള് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴാണ് കോഴിക്കോട് ദാസേട്ടനോടൊപ്പം ഒരു റീൽ അങ്ങ് ചെയ്തത്. ആ ഒരു പാട്ടിന്റെ റീലാണ് ചെയ്തോട് കൂടിയിട്ട് അവരുടെ വൈറലായി. അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി. പിന്നെ വെറും 6 മാസമേ എടുത്തുള്ളൂ ബിഗ് ബോസിലേക്ക് കയറാൻ. വെറും 6 മാസം മാത്രം എടുത്തിട്ടാണ് രേണുസുതി കയറിയിട്ടുള്ളത്. എന്തിന്റെ പേരിലാണ് കയറിയിട്ടുള്ളത്? അതാണ് ചോദിക്കുന്നത്. എന്ത് കോണ്ടന്റിന്റെ പേരിലാണ്? നോക്കൂ, അതിൽ വന്നിട്ടുള്ള ഒട്ടുമിക്ക അപ്പാനി ശരത്തായിക്കോട്ടെ,
ഇനിയിപ്പോ ആ ശാരിക എന്ന് പറയുന്ന ഇന്റർവ്യൂ പറയട്ടെ, ഒരു നല്ല ഇന്റർവ്യൂവർ, അവർ ചെയ്യുന്ന ഇന്റർവ്യൂ വളരെ ബോറോ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അവിടെ കിടക്കട്ടെ, പക്ഷെ വൈറലായിട്ടുള്ള ഇന്റർവ്യൂകളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഇന്റർവ്യൂ ചെയ്യാൻ മറ്റും വിവരമുള്ള ഒരു സ്ത്രീയാണ്. ഇങ്ങനെ അതിലുള്ള ഒട്ടുമിക്ക ആളുകൾക്കും ഒരു എന്താ പറയാ ഒരു പേരുണ്ട്, അങ്ങനത്തെ ഒരു പേരുണ്ട്. ഇവർക്ക് എന്താണ് ഉള്ളത് എന്നാ ചോദിക്കുന്നത്. ഇവർ എന്തിന്റെ പേരില്? കുറെ റീല് ചെയ്തതിന്റെ പേരിലോ, അതും കുറെ വേട്ടാവളിയന്മാരായിട്ടുള്ള കുറെ ഉണ്ട്, ആറാട്ടണ പോലെയുള്ള, പിന്നെ വേറൊരുത്തരും കൂടി ഉണ്ടല്ലോ, ഒരു അലിൻ ജോസ്, അലിഞ്ഞോളി പരീക്ഷ എന്ന് പറയുന്ന അവര് എന്താണ് പറയുക എന്ന് പോലും അറിയാതെ എന്തെങ്കിലും സ്ത്രീവിരുദ്ധ വർത്തമാനങ്ങൾ മാത്രം പറഞ്ഞു വയ്ക്കുന്ന അവന്മാരോടൊപ്പം റീല് ചെയ്തു എന്നതാണോ ഇവരെ ബിഗ് ബോസിൽ എടുക്കാനുള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന രീതിയിൽ അവരെ എടുത്തത്? എന്തിന്റെ പേരില? എനിക്ക് തോന്നുന്നത് ഇത്ര മാത്രമാണ്. ഇവരെ സോഷ്യൽ മീഡിയയിലേക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുത്ത ഒരാള് ഒന്ന് ശാരികയാണ്. ഇനിയിപ്പോ നമ്മൾ കാണാൻ പോകുന്ന ഒരു വലിയ ഗംഭീരമായിട്ടുള്ള ഒരു ഡ്രാമ, ഇനി അതിൽ ഗംഭീരമായിട്ട് പ്ലേ നടക്കും. അങ്ങനത്തെ ഒരു പ്ലേ എനിക്ക് തോന്നുന്നത് ശാരികയും ഇവളും തമ്മിലായിരിക്കും, നമ്മുടെ രേണുസുധിയും തമ്മിലായിരിക്കും. അവർ തമ്മിലായിരിക്കും ഇനി ഉണ്ടാകുന്ന കോട്ടപ്പെട്ടി. നമ്മളെല്ലാം വിചാരിക്കുന്നത് ശാരിക അന്ന് ഡ്രാമാറ്റിക് ആയിട്ടാണെങ്കിലും ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കുഴക്കി ഇവളെ തിന്നാനൊക്കെ ഇട്ടുകൊടുത്തതാണ്. അപ്പോ അവൾ അതിനെ രക്ഷപ്പെടുത്തി വരും എന്നൊക്കെ വിചാരിക്കും. അല്ല, ഇവിടെ ഇനി കളി നടക്കാൻ പോകുന്നത് ശാരികയും രേണുസുധിയും തമ്മിലുള്ള ഫൈറ്റാണ്. അതൊരു അതിഗംഭീരമായിട്ടുള്ള ഫൈറ്റ് തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് കേട്ടോ. അതല്ലാതെ വേറെ ഒന്നുമില്ല. കാരണം അങ്ങനെ ഫൈറ്റ് നടന്നാൽ മാത്രമാണ് ഇനി അതിൽ രസകരമായ വല്ല കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു. എന്തായാലും അനുമോള് പറയുന്ന ബാക്കി കൂടി കേട്ടോക്കാം. ഓ, ഞാനാണ് അനുഭവിക്കുന്ന പറഞ്ഞാൽ എനിക്ക് വല്ല തെരുവ് പിള്ളേരമാതിരി എന്തൊക്കെയാ അലറി വിളിക്കും. നിങ്ങൾ ആരും അല്ലല്ല അനുഭവിച്ചിട്ടുള്ളതാ എന്നൊക്കെ പറയുന്നു. എന്തായാലും ഇവരെ കേറുമ്പോ തന്നെ നാട്ടുകാർക്ക് അതിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്കൊക്കെ ബോറടിച്ചു തുടങ്ങി. ഇവരൊരു വൃത്തികെട്ട രീതിയിലുള്ള സംസാരിക്കുന്ന രീതിയിലൊക്കെ ആളുകൾക്കൊക്കെ തോന്നി തുടങ്ങിയിരിക്കുന്നു. എന്തൊക്കെയായാലും രേണുസുധി ചെയ്തത് ഒട്ടും ശരിയല്ല എന്ന് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ അടക്കം ചർച്ച ചെയ്യാൻ തുടങ്ങി. അത് അനുമോളാണ് എടുത്തിട്ടത്. അനുമോൾ അങ്ങനെ ഒരു വിഷയം എടുത്തിട്ടുവെങ്കിൽ കൃത്യമായിട്ടും അതിൽ ചില വിഷയങ്ങളൊക്കെ ഇനിയും എടുത്തിടാൻ, അതായത് രേണുസുധിക്കെതിരെ ഇനിയും വിഷയങ്ങളൊക്കെ എടുത്തിടാൻ അനുമോൾക്ക് സാധിക്കും. തീർച്ചയായിട്ടും അനുമോൾ രേണുസുധിയുടെ വീഡിയോസിലൊക്കെ കണ്ടായിരിക്കും. രേണുസുധി ഇത്ര കാലം പറഞ്ഞു വെച്ച നുണകളൊക്കെ ഇനി ഒരു പക്ഷേ ഇതിൽ പൊട്ടും, അല്ലെങ്കിൽ അത് ബിഗ് ബോസ് പൊട്ടിക്കും. ഇനി എങ്ങനെ പൊട്ടിക്കുമെന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ടാസ്കുകളായിരിക്കും ഇനി ബിഗ് ബോസിലേക്ക് വരിക. ലാലേട്ടൻ മുന്നോട്ട് കൊണ്ടുവരുന്ന ടാസ്കുകളിൽ ഇനി പേഴ്സണൽ ആയിട്ടുള്ള ലൈഫിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. പേഴ്സണൽ ലൈഫ്, നമ്മുടെ ജീവിതം എന്തായിരുന്നു, ഇത്ര കാലമുള്ള എൻ്റെ ജീവിതം എന്താണ് എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോഴാണ് രേണുസുധിയുടെ ശരിക്കുള്ള കഥ പറയേണ്ടി വരിക. നുണക്കഥ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിടിക്കപ്പെടും. നുണക്കഥ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും സ്ക്രിപ്റ്റഡ് ആണോ അല്ലെങ്കിലും സംഗതി പിടിക്കപ്പെടും, അത് അപമാനിക്കപ്പെടും രേണുസുധി. അതിനുള്ള സാധ്യത കൂടുതലാണ് അതിൽ കാണുന്നത്. കാരണം അതിൻ്റെ അപ്പുറം എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ സ്വന്തം കഥ പറയേണ്ട അവസ്ഥ വരുന്ന സമയത്ത് രേണുസുധിയെ പറ്റി ഏറ്റവും വലിയ പ്രശ്നം, അവരെത്ര വിവാഹം കഴിച്ചിട്ടുണ്ട്. സുധി എന്ന് പറയുന്ന മനുഷ്യൻ എന്നെയാണ് ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്ന രേണുസുധി. ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ്. ആ ചർച്ചയ്ക്ക് ഒരു തീരുമാനമാവും. എത്ര വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് കൃത്യമായിട്ടും പറയേണ്ടി വരും. അപ്പോ സുധിച്ചേട്ടൻ എത്രാമത്തേതാണ് എന്ന് കൂടി പറയേണ്ടി വരും. ആദ്യ വിവാഹം കഴിച്ച ആളുകളൊക്കെ അവർക്ക് എന്തു പറ്റി എന്ന് കൂടി പറയേണ്ടി വരും. എങ്ങനെയുണ്ട്? എന്തായാലും കേറിയിട്ട് ഋതപ്പനായിട്ടുള്ള രണ്ടാമത്തെ മകനെ മാത്രമാണ് മകൻ എന്ന രീതിയിൽ പറഞ്ഞത്. മൂത്താളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അവന്റെ പേര് പോലും പറയാൻ രേണുസുധിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ വിഷയങ്ങളൊക്കെ ഇനി കൃത്യമായിട്ട് അനുമോളെ പോലുള്ള ആളുകൾ കൊണ്ടുവരികയാണെങ്കിൽ രേണുസുധി കീറപ്പെടും എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചയ്ക്ക് പിച്ച് ചീന്തപ്പെടും. ഇനി നാറാനൊന്നുമില്ല ഈ ഭൂമിയിൽ ബാക്കി എന്ന രീതിയിലൊക്കെ ആയിരിക്കും ഇനി രേണുസുധി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരിക എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. എന്തായാലും അനുമോള് ഗംഭീരമായിട്ടുള്ള പ്ലേ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അനുമോൾ ഒരു പ്രണയ കഥ കൂടി ക്രിയേറ്റ് ചെയ്യാൻ, അനുമോൾ അതിന് ആരുമായിട്ടാണ് പ്രണയം ഉണ്ടാവുക എന്ന് മാത്രം എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്തൊക്കെയായാലും അനുമോള് ഒരു എന്താ പറയുക ഡ്യുവൽ പ്രണയത്തിന്റെ ഭാഗമായിട്ടൊക്കെ മാറാനുള്ള സാധ്യത കൂടി ഈ ബിഗ് ബോസിൽ ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെയാണല്ലോ ബിഗ് ബോസ് അല്ലേ? സുഹൃത്തുക്കളെ, അടുത്ത അപ്ഡേറ്റ്സിൽ കാണാം. ബൈ.